ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ചാപ്റ്ററാണ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നേർരേഖയിലൂടെയുള്ള ചലനം എന്നാണ് അർത്ഥം. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നേർരേഖയിലൂടെയുള്ള ചലനം എന്ന് പറയുമ്പോൾ ഇത് എ എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിൻ്റ്, രണ്ട് സ്ഥലങ്ങളാണെന്ന് സങ്കല്പിച്ചായിരുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നേർരേഖയിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചലനം ഇതിനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്നും വിളിക്കും. വൺ ഡയമെൻഷണൽ മോഷൻ, നേർരേഖയിലൂടെയുള്ള ചലനം, സ്ട്രെയിറ്റ് ലൈൻ മോഷനെ വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ 1D, വൺ ഡയമെൻഷൻ എന്നാണ് വിളിക്കുന്നത്, എന്നാണ് ഫിസിക്സിൽ പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് വൺ ഡയമെൻഷണൽ മോഷന് ഒരു എക്സാമ്പിളാണ്. ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി ഒരു ബസ് ട്രാവൽ ചെയ്യുന്നു, അല്ലെ? ബസ് ട്രാവലിംഗ് അലോങ് സ്ട്രെയിറ്റ് റോഡ്. അല്ലെങ്കിൽ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടി ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നു. അതും ഒരു ഉദാഹരണമാണ്. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ മോഷന് എക്സാമ്പിളാണ്. ഇനി എയിൽ നിന്ന് ബി വരെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയും പോകാം. ഈ രീതിയിലെല്ലാം പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ട്രാവൽ ചെയ്യുന്നതാണ്. പക്ഷേ എവിടെ എത്തിച്ചേരുന്നുണ്ട്? ബിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എയിൽ നിന്ന് ബി വരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയത് ഇതാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ട്രാവൽ ചെയ്തത് ഇതാണ്. ഈ പാത്തിൽ കൂടെയാണ് പോയത്. അപ്പോൾ ഇതെല്ലാം, ഈ പാത്തുകളെല്ലാം എയിൽ നിന്ന് ബി വരെ എത്താൻ എടുത്ത പാത്ത് ലെങ്ത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പാത്ത് ലെങ്ത് എന്നാണ് പറയുന്നത്, പാത്ത് ലെങ്ത്. സോ അതാണ് ആദ്യം ഞാൻ പറയുന്നത്, പാത്ത് ലെങ്ത്. എന്താണ് പാത്ത് ലെങ്ത്? സോ പാത്ത് ലെങ്ത് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, അല്ലേ? ഓർ ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ആണ്. ഇറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഇതൊരു പാത്ത് ലെങ്താണ്, ഇതൊരു പാത്ത് ലെങ്താണ്, അല്ലേ? ഇതൊരു പാത്ത് ലെങ്താണ്. ഇതിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാത്ത് ലെങ്ത് ഇതാണ്. സോ എന്തായിരിക്കും പാത്ത് ലെങ്ത്? ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത്, അല്ലേ? ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത്. ആ പാത്തിൻ്റെ ലെങ്ത്, ഓർ ഇറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് പാത്ത് ലെങ്ത്. അപ്പോൾ പാത്ത് ലെങ്ത് ഏത് വഴി കൂടെ ആകാം, ഇങ്ങനെ ഏത് വഴി കൂടെ ആകാം. പക്ഷേ ഇത് നോക്കിയാൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കാണിച്ചിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഒരു ആരോ മാർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്താണ്. അപ്പോൾ ഈ ഏത് രീതിയിലുള്ള ഒരു പാത്ത്, ഇതിനെ നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ടോട്ടൽ പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. പിന്നെ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഇറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത്. ഇറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത്. ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദി ബോഡി. അപ്പോൾ ഇതെല്ലാം ഡിസ്റ്റൻസ്, ഓരോരോ ഡിസ്റ്റൻസ് ട്രാവൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്.
പക്ഷേ ദിസ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത്. അങ്ങനെ നമ്മൾ ആ ഷോർട്ടസ്റ്റ് പാത്തിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. സോ ഇവിടം മുതൽ ഇവിടം വരെ പോയി ഷോർട്ടസ്റ്റ് പാത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത്, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ മറ്റൊരു എക്സാമ്പിളിലൂടെ അത് ഞാൻ ക്ലിയർ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇത് എക്സ് എന്നെടുത്തു, ഇത് വൈ എന്നെടുത്തു. എക്സ് വൈ. അപ്പോൾ ഇതിൽ ഇവിടെ 0 ഉണ്ട്. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, 3, 4, 5. ഓക്കെ. ആൻഡ് ദിസ് ഈസ് 1, 2, 3, 4. ഇവിടെ ഓരോരോ പൊസിഷൻസാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ 0 പൊസിഷൻ, 1 പൊസിഷൻ, സെക്കൻഡ് എല്ലാം മീറ്റേഴ്സിലാണ്. മീറ്ററിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന, അല്ല എക്സാമ്പിൾ ഒരു റൂമിൻ്റെ കോർണറാണെന്ന് സങ്കല്പിച്ചിരുന്നു. റൂമിൻ്റെ കോർണറാണെങ്കിൽ അറിയാലോ, ആ റൂമിൻ്റെ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നീളങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് ഒരാൾക്ക് 5 എത്തിച്ചേരാൻ ഇങ്ങനെ വരാം, അല്ലേ? ഇങ്ങനെ വരാം, പല രീതിയിലും വരാം. 1 നിന്ന് 5 എത്തിച്ചേരാനായിട്ട് ഇങ്ങനെ പല രീതിയിൽ വരാം. ഒരുപാട് ഇങ്ങനെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരാം. ഇതെല്ലാം ഓരോരോ ഡിസ്റ്റൻസാണ്. ദീസ് ആർ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ്. പ്രത്യേകിച്ചൊരു ദിശ ഇതിനുണ്ടാകത്തില്ല. ഏത് ദിശയിലൂടെയും ഇതിന് മൂവ് ചെയ്യാം. പ്രത്യേകിച്ചൊരു ഡയറക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇതിൻ്റെ ആദ്യത്തെ സ്ഥാനം ഏതാണ്? 1 ആണല്ലേ. അതിനെ നമ്മൾ ആദ്യത്തെ സ്ഥാനമായതുകൊണ്ട് അതിനെ x1 എന്ന് വിളിക്കാം. x1. ഇത് അവസാനത്തെ സ്ഥാനമായതുകൊണ്ട് അതിനെ x2 എന്ന് വിളിക്കാം. ഇത് അവസാനത്തെ സ്ഥാനം, ഇത് ആദ്യത്തെ സ്ഥാനം. അപ്പോൾ അല്ലെങ്കിൽ XI ഇനിഷ്യൽ എന്നുള്ളത് കൊടുത്താലും മതി. മറ്റേത് കൺഫ്യൂഷൻ ഉണ്ടായി. XI XF എന്ന് വിളിക്കാം. ഇത് ഇനിഷ്യൽ, ഫൈനൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ XFൽ നിന്ന് XI കുറച്ചാൽ എത്ര വരും? XF മൈനസ് XI എത്ര വരും? XF മൈനസ് XI എത്ര കിട്ടും? നമുക്കറിയാം എത്ര കിട്ടും. 5 മൈനസ് 1 എത്ര വന്നു? 4 മീറ്റർ എന്ന് കിട്ടും. 5 മൈനസ് 1 എത്ര കിട്ടും? 4 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഈ 4 മീറ്ററാണതാ ഈ നീളം. ഇതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനായിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത്? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഡിസ്റ്റൻസ് പല ദിശകളിലാണ് ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ഓർ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണാനായിട്ട്. ഇനി നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി, ഈ ഡിസ്റ്റൻസിന് ശരിക്കും ഒരു പ്രത്യേക ദിശയില്ല, അല്ലേ? പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈ ഒരു പ്രത്യേക ദിശ ഉണ്ട്. അതുകൊണ്ട് ഡിസ്റ്റൻസിന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഡിസ്റ്റൻസിന് ഇവിടെ ഒരു പോയിൻ്റ് എനിക്ക് കൊടുക്കാം. ഡിസ്റ്റൻസിന് നോ സ്പെസിഫിക് ഡയറക്ഷൻ പ്രത്യേകിച്ചൊരു ഡയറക്ഷൻ ഇല്ല. അങ്ങനെ ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്തെന്നാണ് വിളിക്കുന്നത്? നമുക്കറിയാം, സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്.
അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അദിശ അളവുകൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അദിശ അളവുകൾ, ദിശ ഇല്ലാത്തവയാണ് സ്കെയിലാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസുകൾക്ക് പ്രത്യേകിച്ചൊരു ദിശയില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ളൊരു ദിശയുണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്കറിയാം, ഒരു വസ്തു ട്രാവൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും കൂടുന്നു, അല്ലേ? അത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എപ്പോഴും പാത്ത് എപ്പോഴും കൂടുമല്ലോ, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണെന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ചില സമയങ്ങളിൽ കൂടുന്നു, ചില സമയങ്ങളിൽ കുറയുന്നു, ചിലപ്പോൾ 0 ആയി മാറും. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണെന്ന് പറയാം. പോസിറ്റീവ്, ഓക്കെ, പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ 0യോ ആകാം. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഓർ 0 ആകാം. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ നെഗറ്റീവും 0 ഒക്കെ ആവുന്ന എപ്പോഴാണ്? ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് ഫൈനൽ പൊസിഷൻ കുറയുമ്പോഴാണ് എന്തായി മാറുന്നത്, നെഗറ്റീവായി മാറുന്നത്, അല്ലേ? ഇനി 0 ആയി മാറുന്ന എപ്പോഴാണ്? 0 ആയി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ മറ്റൊരു പോയിൻ്റാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും അവിടെ തന്നെ തിരിച്ചെത്തുന്നു, ഇവിടെ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1-ൽ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി മാറുന്നു? 0 ആയി മാറും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകും തോറും ഇതിനിടയിലുള്ള അകലം കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ഇതിൽ നോക്കിയാലും മതി. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 4 ആയി, അല്ലേ? 4 ആയി. പിന്നെയും ഇങ്ങോട്ട് അടുത്തോട്ട് വരും തോറും കുറഞ്ഞു വന്ന അവസാനം എന്തായി മാറും? 1-ൽ തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 0 ആയി മാറും. 1 - 1 0 ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നതാണ്, ഡിസ്റ്റൻസ് ഒരു സ്കെയിലാറാണ്, പോസിറ്റീവാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ 0 ആകാം. ഓക്കെ. അതിൻ്റെ അർത്ഥം ഡിസ്റ്റൻസ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, 0 ആകാം. അപ്പോൾ ഇത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്. ഓക്കെ, സീ യു.